മമ്മൂട്ടി നിതീഷ് സഹദേവ് ചിത്രം ആരംഭിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുന്ന കാര്യം ശ്രദ്ധിക്കണേ. മമ്മൂട്ടി നിതീഷ് സഹദേവ് ചിത്രം ആരംഭിക്കുന്നു. മമ്മൂട്ടി നിതീഷ് സഹദേവ് ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ വലിയ രീതിയിലാണ് അന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ. ചിത്രത്തെക്കുറിച്ചുള്ള ചെറിയ വാർത്തകൾ വരുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിൽ തന്നെ ആ ഒരു ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം അത് സ്ഥിരീകരിച്ചു. അങ്ങനെ ഒരു ചിത്രം വരുന്നുണ്ടെന്ന്. ഇപ്പോൾ ഇത് ആ ചിത്രത്തിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. മമ്മൂട്ടി നിതീഷ് സഹദേവ് ചിത്രം അടുത്ത മാസം ആരംഭിക്കാനിരിക്കുകയാണ്. ചിത്രത്തിൽ വൻ താരനിരയാണ് പ്രത്യക്ഷപ്പെടുന്നത്. മമ്മൂട്ടിയോടൊപ്പം ജോജുവും സുരാജും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് താരങ്ങൾ, പ്രത്യേകിച്ച് ഷറഫുദ്ദീൻ, അൽഫോൺസ് പുത്രൻ തുടങ്ങിയവരൊക്കെ തന്നെ സിനിമയുടെ ഭാഗമാകുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കൂടാതെ ഗസ്റ്റ് ക്യാമിയോ അപ്പിയറൻസുമായിട്ടുള്ള ചില കഥാപാത്രങ്ങളെയും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏതായാലും ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി എന്റർടൈനർ, ഫാമിലി കോമഡി ആക്ഷൻ എന്റർടൈനർ ആയിട്ടാണ് സിനിമ ഒരുങ്ങുന്നത് എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. ആരാധകർ വലിയ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി നിതീഷ് സഹദേവ് ചിത്രം ജൂണിൽ തന്നെ ആരംഭിക്കുമെന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന വിവരം സംവിധായകൻ തന്നെയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. വൻ താരനിരയുമായി എത്തുന്ന മമ്മൂട്ടി ചിത്രം മലയാള സിനിമ മേഖലയെ വല്ലാത്ത രീതിയിൽ ഉണർത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം കുറെ കാലമായിട്ട് മമ്മൂട്ടിയതായിട്ട് ഒരു ഫൺ ഫാമിലി ആക്ഷൻ എന്റർടൈനർ വന്നിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ആ ഒരു സോണിൽ സിനിമകൾ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള കളക്ഷൻ അദ്ദേഹത്തിന്റെ സിനിമകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഒരുപാട് പരീക്ഷണ സിനിമകളുടെ ഭാഗമായിട്ടാണ് മമ്മൂക്ക ഇതുവരെ നിലനിന്നിരുന്നത്. മാത്രമല്ല ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ആയിട്ട് എന്തെങ്കിലും ഒരു കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സിനിമ വന്നു എന്ന് പറയുന്നത് ടർബോയും അതുപോലെ ഭീഷ്മപർവവുമാണ്. രണ്ടും അത്യാവശ്യം തരക്കേടില്ലാത്ത വിജയങ്ങൾ നേടിയ ചിത്രങ്ങൾ കൂടിയാണ്. എന്നാൽ അതിൽ പോരായ്മകൾ ഉണ്ടായതുകൊണ്ടാണ് അതൊരു 100 കോടിയിലേക്കൊന്നും പോകാതിരുന്നത്. ഒരുപക്ഷെ അല്പം ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഈ 2 സിനിമകളും 100 കോടി ക്ലബ്ബ് കടന്നു പോകുമായിരുന്നു. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം അവരുടെ ഏറ്റവും വലിയ ചിലവേറിയ ചിത്രം എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. മാസ് എന്റർടൈനർ ജോണറിലാണ് ചിത്രം ഒരുക്കുന്നത്. ഫാലിമിക്ക് ശേഷം നിതീഷ് സഹദേവ് ഒരുക്കുന്ന മലയാള ചിത്രമാണിത്. ഡാർക്ക് ഹ്യൂമറിന് പ്രാധാന്യമുണ്ടായിരിക്കും ഈ സിനിമയിൽ. സിനിമയ്ക്കായി ഒരു ഫിക്ഷണൽ ലോകം, സങ്കല്പ ലോകം സൃഷ്ടിച്ചായിരിക്കും ചിത്രീകരണം. ആക്ഷനും വലിയ പ്രാധാന്യമുണ്ട് ഈ സിനിമയിൽ. നിതീഷിനൊപ്പം അനുരാജ് ഓബി കൂടി ചേർന്നാണ് മമ്മൂട്ടി ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. അഗ്നിവേശ് രഞ്ജിത്താണ് പ്രൊജക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി. ഏതായാലും മമ്മൂട്ടിയും നിതീഷ് സഹദേവും ഒന്നിക്കുന്നു. അത് മാത്രമല്ല അതൊരു മാസ് എന്റർടൈനർ ജോണറിലാണ് സിനിമ വരുന്നത് എന്നറിയുമ്പോൾ അത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ഉയരുന്നൊരു സിനിമ തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു വലിയ രീതിയിലുള്ള വാർത്തകൾ വലിയ സന്തോഷമാണ് മമ്മൂട്ടി ആരാധകർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം അവർ ഒരുപാട് നാളായി ആശിക്കുകയാണ് ഒരു എന്റർടൈനറിന് വേണ്ടി. അവർ ഉദ്ദേശിച്ച തലങ്ങളിലേക്ക് എത്താതിരുന്ന പല എന്റർടൈനറുകളും ഉണ്ട്. എന്നാൽ അതും അപൂർവമാണ്. വിരലിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 ഒക്കെയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ആയിട്ടൊരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ വന്ന സിനിമകൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു കിടിലൊരു എന്റർടൈനർ സിനിമയായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. രാജമാണിക്യം പോലെ, അണ്ണൻ തമ്പി പോലെയുള്ള ഒരു സിനിമയായിട്ട് ഈ സിനിമ വരികയാണെങ്കിൽ നിതീഷ് സഹദേവിന്റെ കരിയറിൽ ഒരു വൻ വിജയ ചിത്രമായി ആ സിനിമ മാറും. മാത്രമല്ല മമ്മൂട്ടിയുടെ പാൻ ഇന്ത്യൻ അപ്രോച്ച് കൂടി ആ സിനിമയ്ക്ക് എടുക്കുന്ന രീതിയിലുള്ള സിനിമയാണെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ആ സിനിമ ഗംഭീര വിജയത്തിലേക്ക് നടന്നെടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. This is Pinto Angamali signing out. Angamali Diary.